നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആദ്യം തന്നെ ഞങ്ങൾ ഫ്ലവേഴ്സ് ടിവിയുടെയും ടോപ്പ് സിംഗറിന്റെയും ഞങ്ങൾ എല്ലാവരുടെയും മലയാളികളുടെയും ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെൽക്കം ടു മെഗാ മാരത്തോൺ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെ ലാലേട്ട. താങ്ക് യു. എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ. എങ്ങനെയാണ് ഇത്തവണ ലാലേട്ടന്റെ ഓണം? ഫ്ലവേഴ്സിന്റെ കൂടെ അറിയാം, ടോപ്പ് സിംഗറിന്റെ കൂടെ അറിയാം. ഒത്തിരി സന്തോഷമാണോ? എപ്പോഴും സന്തോഷമല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം ഞാനും ചേരുന്നു. സീസൺ 4 ടോപ്പ് സിംഗറിൽ ഉള്ള എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഓണം ആശംസിക്കുന്നു. താങ്ക് യു. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന് ലാലങ്കിളിനെ കാണാനായിട്ട്. ഞങ്ങൾ ഇടയ്ക്ക് MG അങ്കിളിനെ സോപ്പിടും, ഒന്ന് വിളിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ MG അങ്കിൾ ഞങ്ങളുടെ അടുത്ത് പറയൂ ഞങ്ങൾക്ക് വിളിച്ചു തരാം എന്നൊക്കെ. സോ നമുക്ക് ജഡ്ജസിനെയും കൂടെ വിളിക്കാം. വിളിച്ചു തരുന്നതിന് ഞാനൊരു കാര്യം, ഞാൻ MG ശ്രീകുമാറിനെ വിളിച്ചു തരാം. വിളിക്കൂ. വെൽക്കം ജഡ്ജസ്. എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഒരു മഹാഭാഗ്യമാണ്. ഈ ഓണ ദിവസമായിട്ട് ടോപ്പ് സിംഗർ സീസൺ 4 മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നിങ്ങളുടെ മോഹൻലാൽ, എൻ്റെ ലാലു, 4 പതിറ്റാണ്ടായിട്ടുള്ള ബന്ധം സീസൺ 4. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് എന്താ പറയുക, എനിക്ക് വാക്കുകളില്ല ഒന്നും പറയാൻ. കാരണം ഇതുപോലൊരു റിയൽ ലെജൻഡിനെ ഫിനാലെ വേദിയിൽ നമുക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റെയും ടോപ്പ് സിംഗറിൻ്റെയും കുട്ടികളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. താങ്ക് യു ലാലു ഫോർ കമ്മിങ് ഫോർ ദിസ് ഷോ. താങ്ക്സ് എ ലോട്ട്. പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നന്ദി. അല്ല, എനിക്കും എന്താ പറയണ്ടേ, വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാര്യം ഞാൻ അഭിനയം കണ്ട് ഞെട്ടിപ്പോയൊരു വ്യക്തിത്വമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. നമ്മുടെ എന്താ പറയണ്ടേ, നെഞ്ചിനോട് വളരെ ഭീകരമാണോ? അല്ല, അതല്ല അണ്ണാച്ചി, എത്ര അഭിനയ മുഹൂർത്തങ്ങൾ, എത്ര ക്യാരക്ടേഴ്സ്. അത് ഞാൻ അങ്ങനെ അദ്ദേഹം ചെയ്ത പടങ്ങളിലെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ ഓടുകയാണ്. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, 100 കഥകൾ, അതിലെ 10 കഥാപാത്രങ്ങൾ, അതെല്ലാം 10 കഥാപാത്രങ്ങൾ ലൈവായിട്ട് പെർഫോം ചെയ്ത ഒരു ഷോ. അതിന് മ്യൂസിക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അണ്ണാച്ചി ഞാൻ കണ്ട് ഞെട്ടിപ്പോയി, ഉള്ള സത്യമാണ്. അത് മാത്രമല്ല, കർണഭാരം എന്ന ഒരു നാടകം, അതൊക്കെ ലൈവായിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ആർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ നിർത്തിക്കൊണ്ട് പോഴ്ത്തൊന്നുമല്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒന്നുകൂടെ മനസ്സിൽ വന്ന കാര്യം ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അണ്ണാച്ചിക്ക് പറഞ്ഞാൽ അതിന് പകരം വേറൊരാളില്ല. കാര്യം ഇത് നമ്മുടെ തമിഴ് ഡയറക്ടർ മണിരത്ന സാറൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. കട്ട് പറയാൻ വരെ മറന്നു പോകുന്നു അണ്ണാച്ചിയുടെ അഭിനയം കേൾക്കാറ്. കാര്യം അത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെ എന്താ പറയേണ്ട അഭിമാനം ആണ് നമ്മുടെ എല്ലാം സ്വന്തം നിങ്ങളുടെ മോഹൻലാൽ സാറ്, എൻ്റെ പ്രിയപ്പെട്ട ലാൽ അണ്ണാച്ചി. അപ്പോൾ കുറേ സന്തോഷം അണ്ണാച്ചിയെ കണ്ടതിലും. കാര്യം എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള നിമിഷങ്ങളിലെല്ലാം വളരെ പോസിറ്റീവായിട്ട് തമാശ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. താങ്ക് യു സോ മച്ച് അണ്ണാ. അണ്ണാച്ചി, അതാണ് പറയുന്നത്, കംപ്ലീറ്റ് ആക്ടർ. സന്തോഷം. മതി. ഞാനൊരു 4 ദിവസമായിട്ട് ഇങ്ങനെ, 4 ദിവസമല്ല, ചെവി കടിച്ചു കുറേ എനിക്ക് ഞാൻ ലാൽ സാറിനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നതെങ്കിലും സാറിൻ്റെ അച്ഛനും അമ്മയായിട്ടൊരു 30 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ തിരുവനന്തപുരത്ത് ആയിരുന്നപ്പോൾ ഒരുപാട് ഭയങ്കര സ്നേഹമായിരുന്നു, ഒരു അച്ഛൻ അമ്മ പോലെ. അപ്പം അമ്മയുടെ പേര് ശാന്ത എന്നാണ്, എൻ്റെ അമ്മയുടെയും പേര് ശാന്ത എന്നാണ്, വിശ്വനാഥൻ നായർ സാറും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. എൻ്റെ കല്യാണത്തിന് അവർ ഡേറ്റ് നോക്കി വെച്ച് കല്യാണത്തിന് വന്ന് ബ്ലെസ് ചെയ്ത്, ഞങ്ങൾക്ക് ശരിക്കും, എനിക്കും എൻ്റെ ചേച്ചിക്കും ഞങ്ങൾക്ക് ഒരു അച്ഛനും അമ്മയും പോലെ. സാറിനെ മാത്രമേ കാണാത്തുള്ളൂ, പക്ഷേ ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ അത്രയധികം അവരെ നമസ്കരിച്ചിട്ടേ ഞങ്ങൾ എന്നും വരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ബന്ധമായിരുന്നു. അപ്പം തൊട്ട് അത്രയും വർഷങ്ങളായി ലാലേട്ടനെ ഒന്ന് കാണാനായിട്ട് എന്നുള്ളതാണ്. ഞാനിവിടെ എപ്പോഴും ഈ മീനാക്ഷിയൊക്കെ പറഞ്ഞ പോലെ MG ചേട്ടനോട് ഇവരെ മാത്രമല്ല എനിക്കും എന്നെയും കാണിച്ചു എന്ന് എപ്പോഴും പറയും.
അപ്പോൾ ഇന്ന് ഒരുപാട് എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ്. എനിക്കൊരു 3 കൂട്ടം പായസം കൂട്ടി സദ്യ കഴിച്ച ഒരു സന്തോഷമാണ്. ഒന്നും തോന്നരുത് കേട്ടോ. കാരണം ആഹാരം അതായത് ഭയങ്കര പ്രിയമുള്ളൊരു വ്യക്തിയാണ്. കാരണം ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും. അതെ അതെ. പക്ഷെ നിങ്ങളെ എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് മീനാക്ഷിക്കും അശ്വതിക്കുമാണ്. കാര്യം ഞങ്ങൾ 3 പേരും ലാൽ സാറിന്റെ സിനിമകളും MG സാറിന്റെയും ശരത്തേട്ടന്റെയും മിനിമാമിന്റെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ടാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത്. അപ്പൊ ഈ മീനാക്ഷി എൻ്റെ കൂടെ ഒരു വലിയ സിനിമ ചെയ്ത ആളല്ലേ? അപ്പൊ ഈ ഓണത്തിന് ഈ ഫ്രെയിമിൽ നിൽക്കാൻ പറ്റിയതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഓണ സന്തോഷം എന്ന് പറയുന്നത്. ലാലു, ഈ ഒരു വേദി എന്ന് പറയുന്നത് കാരണം ലോകമെമ്പാടുമുള്ള, അതായത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, മലയാളികൾ മാത്രമല്ല തമിലിയൻസ് ആയാലും തെലുഗു ആയാലും കന്നഡ ആയാലും ഏത് ഭാഷയിലുള്ള വ്യക്തികളും നിരന്തരം നിത്യവും കാണുന്ന ഒരു ഷോ ആണ് ടോപ്പ് സിംഗർ. ഇതിലൊരു വേദി പങ്കിടുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ, ഞാനൊരു 40 പടത്തിൽ പാടിയിട്ട് എനിക്ക് അത്ര ഇത് കിട്ടിയിട്ടില്ല, പക്ഷെ ഒരു പാട്ട് കൊണ്ട് തന്നെ ആ കുട്ടി വേൾഡ് ഫേമസ് ആവുകയാണ്. മാത്രമല്ല ഇവിടെയുള്ള കുട്ടികളെ കണ്ടു കാണുമല്ലോ. കാരണം അത് മാത്രമല്ല, ഞാൻ പലപ്പോഴൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴേ ഒരുപാട് പേര് ലാൽ തിരിച്ചു പോയിട്ട് ഈ കുട്ടിയെ, എനിക്ക് പെട്ടെന്ന് പേരുകൾ പറയാൻ ഓർക്കുന്നില്ല, ആ പാട്ടുകൾ കേൾക്കുന്നതാണ്. അവരുമായിട്ട് സ്ഥിരമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഒരുപാട് വെളിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. എന്നെ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ബീന ചേച്ചി എന്ന് പറയുന്ന US-ലുള്ളതാണ്. ഇവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങൾ എനിക്ക് അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം, അത്ര ഇഷ്ടമാണ്. കാര്യം സംഗീതം എന്ന് പറയുന്നത് ഞാൻ പറയണ്ടല്ലോ, അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതൊക്കെയാണ് നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്ന, അങ്ങനെ ഭാഗ്യം നേടിയ ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ ഒപ്പവും ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു. അത് മാത്രമല്ല, ലാലുവിന് സംഗീതമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്ന ഒന്നുകൂടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു സീസൺ 1 വന്നു, 2 വന്നു. അപ്പോൾ ആ കുട്ടികളോടുള്ള അടുപ്പമാണ്, അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കാനുള്ള ഒരു എന്താണ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടമാണ് ലാലു ഇവിടെ വരുന്നെന്നുള്ളത് അതെൻ്റെ പച്ച പരമാർത്ഥമാണ്, സത്യം. ഈ സീസൺ 4 വന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്നതിൻ്റെ ഫിനാലെയാണ്, അതിൽ മത്സരിക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. ആരായിരിക്കും എന്ന് നമുക്കറിയില്ല. ആരായിരുന്നാലും ഇതിൽ പങ്കെടുത്ത എല്ലാവരും എന്താ പറയേണ്ട, പുണ്യം ചെയ്ത ആൾക്കാരായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം അവരുടെ മാതാപിതാക്കളും ഒക്കെ ഏറ്റവും പുണ്യം ചെയ്ത ആൾക്കാരാണ്. എല്ലാ നന്മകളും അവർക്കുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലാലു. സത്യത്തിൽ എൻ്റെ ജീവിത പുണ്യം 4 പതിറ്റാണ്ടായിട്ട് ഈ ഒരു മഹാന് വേണ്ടി പാടാൻ സാധിക്കുന്നതാണ്. ലാലുവിന് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടുകൂടി 4 വരി. ശ്രീകുട്ടൻ, എനിക്ക് ഏറ്റവും ശ്രീകുട്ടൻ പാടിയ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, ആദ്യ പാട്ടുകൾ മുതൽ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പെട്ടെന്ന് ചോദിച്ചാൽ നിലാവിൻ്റെ നീലഭസ്മ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നീ, രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം, നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി, രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. താങ്ക് യു ശ്രീകുട്ടൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ലാലു, നമുക്ക് കുറച്ചുകൂടെ അതിഥികളുണ്ട്. ചിലപ്പോൾ അവർ ജഡ്ജായിട്ട് വരും, പിന്നെ അതിഥിയായിട്ട് വരും. ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. വിളിക്കട്ടെ? പ്ലീസ് വിളിക്കൂ. നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ, പൊട്ടിച്ചിരിയുടെ പര്യായമായ ഒരു മിടുക്കി പാട്ടുകാരിയായ റിമി ടോമി. വെൽക്കം റിമി ചേച്ചി ഓൺ സ്റ്റേജ്. ലാലേട്ടാ നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. മുറ്റത്തെ പൂക്കളവും പെറ്റമ്മ തൻ ചിരിയും ചിത്തത്തിലെന്നുമെന്നും പൊന്നോണം കൊണ്ടാടും. മുറ്റത്തെ പൂക്കളവും
പെറ്റമ്മ തൻ ചിരിയും ചിത്തത്തിലെന്നുമെന്നും പൊന്നോണം കൊണ്ടാടും കാലവും ദൂരവും നിൻവർണ്ണം മാറ്റുമീ കാവ്യാമൃതം ചുരത്തും മലയാളമേ നാവിൽ തേനായി പൊന്നായറിഞ്ഞ മലയാളമേ മുറ്റത്തെ പൂക്കളവും പെറ്റമ്മ തൻ ചിരിയും ചിത്തത്തിലെന്നുമെന്നും പൊന്നോണം കൊണ്ടാടും കൂത്തമ്പലത്തിൽ വെച്ചു കുറുമൊഴിക്കുന്നിൽ വെച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു കുളപ്പുര കല്ലിൽ വെച്ചു ൂട്ടുപുരയ്ക്കുള്ളിൽ വെച്ചു അരമണി നാണം മറന്നു നിന്റെ അരമണി നാണം മറന്നു കൂത്തമ്പലത്തിൽ വെച്ചു കുറുമൊഴി കുന്നിൽ വെച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു. ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഞങ്ങൾ ഐശ്വര്യമായിട്ട് തിരികൊളുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാൽ സാറിനും നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനും ഒരുപാട് സ്നേഹത്തോടു കൂടി വൺസ് അഗെയിൻ വെൽക്കം ടു ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ. ഗുരുവായൂരിലും കണ്ണനുണ്ട് എന്നകതാരൂരിലും കണ്ണനുണ്ട് അർച്ചന പൂക്കളിൽ കള്ളനുണ്ട് എന്നാത്മനൊമ്പരത്തിലും അരികിലുണ്ട് ഗുരുവായൂരിലും കണ്ണനുണ്ട് എന്നകതാരൂരിലും കണ്ണനുണ്ട് അർച്ചന പൂക്കളിൽ കള്ളനുണ്ട് എന്നാത്മനൊമ്പരത്തിലും അരികിലുണ്ട് ഗുരുവായൂരിലും കണ്ണനുണ്ട്. കണി കണ്ടുണരാന കതിർമേനിയുണ്ട് കാതോർത്തിരിക്കാന കുഴൽ പാട്ടുണ്ട് കണി കണ്ടുണരാന കതിർമേനിയുണ്ട് കാതോർത്തിരിക്കാന കുഴൽ പാട്ടുണ്ട് കൈക്കുമ്പിൾ നിറയെ വെണ്ണയുണ്ട് കണ്ണടച്ചാലുമാ ചിരിയുണ്ട് കല്യാണരൂപനാം കണ്ണനുണ്ണി ഗുരുവായൂരിലും കണ്ണനുണ്ട് എന്നകതാരൂരിലും കണ്ണനുണ്ട് അർച്ചന പൂക്കളിൽ കള്ളനുണ്ട് എന്നാത്മനൊമ്പരത്തിലും അരികിലുണ്ട് ഗുരുവായൂരിലും കണ്ണനുണ്ട് കണ്ണനുണ്ട് കണ്ണനുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാര്യപരിപാടികൾ? ഇന്നത്തെ കാര്യപരിപാടി പ്രേക്ഷകരും നമ്മളും ഒക്കെ ഒരുപാട് നാളുകളായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോവാണ്.
അതെ. എന്നാ തുടങ്ങിയാലോ? തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് അല്ല എല്ലാവർക്കും ഒരു ടെൻഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ 1 വർഷത്തിന്റെ മേലെയായി തുടങ്ങിയിട്ട് അതെ. കുറെ പേര് പോയി. 29 പേര് വെച്ച് തുടങ്ങിയാണ്. അപ്പൊ അതിൽ നിന്ന് പോയി ഇപ്പൊ 10ആയി. നമ്മൾ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ പര്യവസാനിക്കുമ്പോൾ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഈ കുട്ടികളുടെ ഗ്രോത്ത് ഏറ്റവും അടുത്ത് കണ്ടറിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. അതെ, പ്രത്യേകിച്ച് ഇവര് മൂന്ന് ഇവർ 3 പേരും. അപ്പോൾ അവർ ഗ്രാൻഡ് ഫിനാലയിൽ പെർഫോം ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു 3 സീസണായിട്ട് ടോപ്പ് സിംഗർ വളരെ ഭംഗിയായിട്ട് പോകുന്നു, വളരെ വിജയകരമായി പോകുന്നു. അടുത്ത സെറ്റ് ഓഫ് കുട്ടികളെ നമ്മൾ ലോകത്തിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പൊ തന്നെ അവര് ലോകപ്രസിദ്ധരായി. തീർച്ചയായും. കാരണം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഏത് സീസണിലായാലും ഒരു കുട്ടി വന്ന് ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ, ഇവിടെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് ആ കുട്ടി വേൾഡ് ഫേമസ് ആയി. തീർച്ചയായിട്ടും അതിന് ഒത്തിരി സന്തോഷം. കാര്യം വിജയെ കാത്തിരിക്കുന്നത് ആ വലിയ കിരീടമാണ്, സ്വർണ്ണ കിരീടമാണ്. അതെ, അതുകൊണ്ട് തീർന്നില്ല റിമു. പിന്നെ ആദ്യത്തെ വിജയ് കിട്ടുന്നത് ഭീമ ജുവൽസിന്റെ 15 ലക്ഷം രൂപ വിലയുള്ള സ്വർണം. പിന്നെ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ എത്രയൊക്കെ അവിടെ നിന്ന് പാടിയാലും, ഞാനും കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അണ്ണാച്ചിയും പാടിയിട്ടുണ്ട്, ബിന്നി പാടിയിട്ടുണ്ട്, റിമിയൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം നമ്മളെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് പോണ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടോപ്പ് ബാൻഡ്. നമ്മുടെ ടോപ്പ് ബാൻഡ് അവര് ഒരേ കളറിലുള്ള ഉടുപ്പും മുണ്ടും ഒക്കെ ഇട്ട് സുന്ദരന്മാരായിട്ട് ഇരിക്കുകയാണ്. അതെ. അതേ സൗന്ദര്യം അവരുടെ പ്ലേയിങ്ങിലും ആസ്വദിച്ചാണ് പ്ലേ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇതുപോലത്തെ കലാകാരന്മാരുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാരണം വേറൊന്നുമില്ല, ഇത് പക്കാ ലൈവാണ്. അത് എല്ലാവരും പലരും ചോദിക്കാറുണ്ട്, പലയിടത്ത് പോകുമ്പോഴും ചോദിക്കാറുണ്ട്, ഈ കുട്ടികളൊക്കെ ശരിക്കും പാടുന്നതാണോ അത് നിങ്ങൾ 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ട് വരുന്നതാണെന്ന്. ഒന്നുമല്ല, ഇവിടെ വന്ന് കാണുന്നവർക്കറിയാം, എല്ലാവർക്കും അറിയാം. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവർ ലൈവ് വായിക്കുന്നു, കുട്ടികൾ പാടുന്ന ഒരൊറ്റ ടേക്ക്. അപ്പോൾ ഇവരാണ് ഈ കുട്ടികളുടെ കൈത്താങ്ങായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4ന്റെ വിജയെ കാത്തിരിക്കുന്നത്, ടൈറ്റിൽ വിന്നറിനെ കാത്തിരിക്കുന്നത് ഭീമ ജുവൽസ് നൽകുന്ന 15 ലക്ഷം രൂപയുടെ സ്വർണം. 2ാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ സ്വർണം. 3ാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സ്വർണം. ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു ഓണ സദ്യ കൂടെയാണ് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ. സോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് സദ്യ കഴിക്കാം. സദ്യ കഴിക്കാം വിത്ത് പായസം. നമസ്കാരം കൂട്ടുകാരെ. നമസ്കാരം. നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ഇന്നിപ്പോൾ ഓണമാണ്, ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓണമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണ് ഓണം? സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? ഇത് ഓണമായിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ ഒരു പ്രഥമൻ ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് നിങ്ങൾക്ക് ഒരു ഗസ്റ്റായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു വിശിഷ്ടമായ ഒരാളുണ്ട്. ആരാന്നറിയാമല്ലോ? അറിയാം. ഇനി നമുക്ക് വിളിക്കാം. വിളിക്ക്. ഇയാളെ എനിക്കറിയാലോ, കഴിഞ്ഞ അല്ലേ സീസൺ 1 മോളുടെ പേരെന്താണ്? അനന്യ. ലാലേട്ടൻ്റെ കൂടെ ഓണത്തിന് നമുക്കൊരു പായസം ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചോദിക്കാം. അതിനോടൊപ്പം ഇന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട എന്ത് പായസമാണ്? ഇന്ന് ഉണ്ണിയപ്പം പഴം പ്രഥമൻ. ഉണ്ണിയപ്പം പഴം പ്രധാനം. അതായത് ചില തിരുവനന്തപുരത്തൊക്കെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു പഞ്ചഗവ്യം പോലെ. അപ്പൊ കദളിപ്പഴവും ഉണ്ണിയപ്പം കൂടെ നെയ്ക്കകത്ത് വരട്ടി, ശർക്കര പാവ് കാച്ചി, 1ാം പാലൊഴിച്ച് നെയ്ക്കകത്ത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പോടെ മൂപ്പിച്ചെടുക്കുന്ന ഒരു സിമ്പിൾ പായസമാണ്. അതെ, നമ്മൾ എന്തായാലും ലാലേട്ടൻ വന്നു. അപ്പൊ ലാലേട്ടൻ ഓണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കും. നിങ്ങൾ എന്തെങ്കിലും സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടോ? പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു സമ്മാനം കൊടുക്കും. എന്താണ് കൊടുക്കാൻ പറ്റുക? എങ്കിൽ പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇവര് പാടാൻ പാടും. പാടിക്കോളൂ. വെരി ഗുഡ്. കടുകിട്ട് വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണെ, തിരിച്ചിട്ടും മറിച്ചിട്ടും ഗുണിച്ചിട്ടും അരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്ക പെണ്ണെ, ദേ പെട പെട പെടക്കണ ആർട്ട്, നീ പിണങ്ങിയാലുടനെ അറ്റാക്ക്, കട്ടിക്കയറുന്ന കണക്കുള്ള പോക്ക്, മത്തു പിടിച്ചിട്ട് കറങ്ങുന്ന വാക്ക്, കരിമ്പിന്റെ രസഗുള നീ തന്നെ, ഓ സുഖത്തിന്റെ സരിഗമ നീ തന്നെ. അടിപൊളി. പായസത്തിൽ നിന്ന് വേറെ ലെവലിലേക്ക് പോയി. അതെ, അടിപൊളിയായിട്ട്. ഇത് പായസം എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? പായസം ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. പായസം ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്? ആദ്യം നമ്മൾ നെയ്ക്കകത്ത്
നെയ്യ് ചൂടാകുമ്പോൾ ഈ കദളിപ്പഴം, ചെറിയ പഴം, ഇനി കദളിപ്പഴം വേണമെന്നില്ല, അത് ഇല്ലെങ്കിൽ പാളയംകോടൻ അല്ലെങ്കിൽ പൂവമ്പഴം, ഏതെങ്കിലും പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്ക്കകത്തുനിന്ന് വരട്ടിയെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ശർക്കര ഇങ്ങനെ പാവ് കാച്ചി വെച്ചിട്ടുണ്ട്, ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉണ്ണിയപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു. അതുകൂടാണ്ട് ചുക്കിൻ്റെ പൊടിയും ഏലക്ക പൊടിയാണ് ഇതിൻ്റെ മേമ്പൊടിയായിട്ട് ഇടുക. ആദ്യം ഈ പഴം ഇട്ട് നമ്മൾ വഴറ്റാൻ പോവാണ്. ഇവർക്ക് എന്തോ ചോദിക്കാനുണ്ട്? ഇവർക്ക് കുറേ കാര്യങ്ങൾ വന്നപ്പോൾ പോലും ഇങ്ങനെ ലാലേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ. എന്താ മോൻ എന്താ ചോദിക്കാൻ? അപ്പൊ ശ്രീദർശൻ എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ ഈ ഇടയ്ക്ക് ലാലേട്ടന്റെ അക്കരെ 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 എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിരുന്നേ. അതിലൊരു ഡയലോഗ് ഇല്ലേ, ചേട്ടാ ആ ഡയലോഗ് ഒന്നിട്ടെ. നീ എന്താ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയൽ ഭയങ്കര മനോഹരമായിരിക്കും. കുളിച്ചു വാ. ഈ മീനവിയൽ എന്താ, അതിന്റെ റെസിപ്പി എന്താ? അത് സിനിമയ്ക്ക് വേണ്ടി പറയുന്നതാണ്, പക്ഷെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അത് ആക്ച്വലി ആ മീനവിയൽ എന്ന് കേട്ടപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അക്കരെ അക്കരെ എന്ന സിനിമയ്ക്കകത്ത് ശ്രീനിയേട്ടനുമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും അവിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീനവിയൽ എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ഉണക്കക്കൊഞ്ചൊക്കെ ഇട്ട് അവിയലൊക്കെ പണ്ട് കാലത്തെ ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നീടുള്ള ഇത് ഈ നമ്മുടെ എന്താണ് തമിഴ്നാട്ടിലെ മട്ടൻ സാമ്പാർ. അതെ, മട്ടൻ സാമ്പാർ എന്നൊക്കെ പോലെ മീനവിയൽ അത് വളരെ മലയാളികൾ എന്നും ഓർക്കുന്ന ഒരു ഡയലോഗും ആ ഒരു ഡിഷുമായി. അതിനുശേഷം ഇപ്പൊ ഇത് മത്തിയൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് അവിയലിനകത്ത് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് പുതിയ നമ്മൾ പണ്ട് പറഞ്ഞാലും ഇപ്പൊ അത് ഫ്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലേ? അതെ, പക്ഷെ ഇതൊന്നും ആരും ഓണത്തിന് അങ്ങനെ കഴിക്കാറില്ല. വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ. ഇഷ്ടമാണോ മീൻ അവിയൽ? വീട്ടിൽ പറ, ഉണ്ടാക്കി തരാം. ലാലേട്ടൻ എനിക്കൊരു സംശയമുണ്ട്. മോനെന്താ സംശയം? ലാലേട്ടനും മമ്മൂക്ക അങ്കിളും കൂടെ അഭിനയിച്ച നാണയം എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾ രണ്ടായിരം റെസ്റ്റോറന്റിൽ പോയി ഫുഡ് അറിയത്തില്ല. എനിക്കിത് പറയാൻ അറിഞ്ഞൂടാ. ചേട്ടാ ഓടി വന്നിട്ടേ. എന്താ വേണ്ടത്? ഗുൽഫാദി ഗുൽഫറുണ്ടോ? ഇല്ല. ജിഗോല ജിങ്കി? ഇല്ല. എൽമോണിഷ് ഫ്രൈ? ഇല്ല. വൺ ഫ്ലൂ ഓർ ദ കുക്കർ സെഷൻ ഉണ്ടോ? ഇല്ല. ഇതൊന്നുമില്ല. ഇല്ല. എങ്ങനെ 2 ലൈം ജ്യൂസ് ഉണ്ടോ? 2 ലൈം ജ്യൂസ്. നിങ്ങൾ പറയുന്ന ഫുഡിന്റെ പേരെന്താ? അത് അങ്ങനെ ഉണ്ടോ? എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞുതരും. അങ്ങനെ ഒരു ഡിഷ് ഒന്നും ഇല്ല, അതൊക്കെ ചുമ്മാ ആളുകളെ കളിയാക്കാൻ വന്നു. ഇതില് ഇപ്പൊ ഞാൻ പറയണേ കുറച്ച് ആസ്പിസിനായിട്ട്. അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ആസ്പിസിനോ സാധനം ഇല്ലല്ലോ. അപ്പൊ അത് വെറുതെ തമാശക്ക് പറയുന്നതാണ്. നിങ്ങൾക്ക് അത് അങ്ങനെ 2-3 ഡിഷിന്റെ പേര് പറഞ്ഞേ. എന്താണ് ലാലേട്ട, എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ഉപ്പുമാവിന്റെ ഇംഗ്ലീഷ് എന്താ? സോൾട്ട് മാംഗോ ട്രീ. ശരിക്കും അത് ഉപ്പുമാവല്ലേ? അപ്പൊ അതെങ്ങനെയാ സോൾട്ട് മാംഗോ ട്രീ ആയി? അത് ഇതൊക്കെ തമാശയല്ലേ? ഉപ്പുമാവ് എന്ന് പറയുന്ന സോൾട്ട് മാംഗോ ട്രീ മാവെന്നല്ലേ നമ്മൾ പറയുന്നത്? ശരിക്കും അതല്ലേ സെൻസ്? അല്ല, അത് ഒരു നോൺ സെൻസ് ആണ്. കാര്യം എന്താ പറഞ്ഞാലും ആ സിനിമയിൽ ഇപ്പം ആ സാൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് വന്നതിന് ശേഷം മിനിമം 27 റെസ്റ്റോറൻ്റ് ആണ് ഇപ്പം ഞാൻ അതിനെ സെർച്ച് ചെയ്ത് നോക്കി. കേരള റെസ്റ്റോറൻറ്റിന്റെ പേര് അതിനുശേഷം സാൾട്ട് മാംഗോ ട്രീ എന്നുള്ള ബാംഗ്ലൂർ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ലണ്ടനിലുണ്ട്, വേറെ പല സ്ഥലങ്ങളിലും സാൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞുള്ള കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായി. ഇതേപോലെ അപ്പൊ മീനവിയൽ, സാൾട്ട് മാംഗോ ട്രീ, അങ്ങനെയൊക്കെ ചേട്ടന്റെ സിനിമയിലെ ഡയലോഗുകൾ ഇല്ലില്ല നെയ്ക്കകത്ത് ഇങ്ങനെ വരണ്ടിങ്ങനെ വരും. ആ സിനിമയില് അങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കാതെ അയാള് ഒരു മാസ്റ്ററാവാണ്. കണ്ട ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതെ. അപ്പൊ അയാൾക്ക് അത് പറയാൻ അറിഞ്ഞൂടാ. ദൂരെ ഒരു കൂടുകൂട്ടാ. ഉപ്പുമാവിന് ഇംഗ്ലീഷ് വാക്കുണ്ടോ? ഇല്ല സാർ, ഉപ്പുമാവിന് അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് ഇങ്ങനെ വന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ഉപ്പുമാന്നാണ് എന്റെ പറയുന്നത്. അത് മാവായിട്ട് മലയാളികൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോ ഉപ്മാ. അതെ. ഇനി നിവേദിക്ക് എന്താണ് പറയാനുള്ളത് പറയൂ. അതെ, എന്റെ അടുത്താണോ? പറഞ്ഞോ. അടുത്ത മാസം എന്റെ ബർത്ത്ഡേ ആ. ഒയ്യോ, അപ്പൊ ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ തന്നെ ബർത്ത്ഡേ വിഷസ് ഹാപ്പി ബർത്ത്ഡേ. അപ്പം എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ഉണ്ണിമധുരം ഉണ്ടാക്കി തരുമോ? ഉണ്ണിമധുരോ? അതെ, അതെങ്കിൽ നമുക്ക് ലാലേട്ടനോട് തന്നെ സിനിമയിലെ ഒരു വാക്കല്ലേ ഓടി വന്നിട്ട് ഉണ്ണിമധുരം. ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് എരിശ്ശേരി. അയ്യോ ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു, റിയലി ഡെലീഷ്യസ്. ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഉണ്ണിമധുരം. ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? ഇതേത് സിനിമയിലെന്നറിയോ? ഏറ്റവും അധികം ആൾക്കാർ കേട്ട സിനിമയിലെ പാട്ട് ലാലേട്ടന്റെ ഇത് പവിത്രം. ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായിട്ടാണ് ഞാൻ. അതെ, ശരിക്കും ഇതിപ്പോ ഒരു ഉണ്ണിമധുരാണ്. ഇതിൽ കുറച്ച് ഏലക്ക ഗ്രാമ്പു ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ? അതെ. ഇനി ആർക്കാണ്? അനന്യ വരൂ. ലാലേട്ടനോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം. ലാലേട്ടൻ കുഞ്ഞില് സ്കൂളിൽ പോയപ്പോ ലാലേട്ടൻ ടിഫിനില് ചോറ് കൊണ്ടുപോകാറുണ്ടായിരുന്നു? പിന്നെന്താ,
ടിഫിനൊക്കെ അന്നില്ല. നിങ്ങളുടെ ടൈമിലാണ് ടിഫിൻ. അപ്പൊ അനന്യയുടെ ചോദ്യം ഇതാണ്, ലാലേട്ടനോട് എൻ്റെ അടുത്ത് ആദ്യം ഇത് ചോദിച്ചു. അപ്പം മലയാളം അത്ര കറക്റ്റായിട്ട് എഴുതത്തില്ല, ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ലാലേട്ടൻ ഏത് സമയത്ത് വീട്ടിൽ അമ്മ എന്തായാലും ടിഫിനകത്ത് ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് പോയി കാണുമല്ലോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറി. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം ഇപ്പൊ നൂഡിൽസ്, മന്തി അല്ലെങ്കിൽ ഷവർമ, സാൻഡ്വിച്ച് ഒക്കെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് ഇലയില് കുറച്ച് ചോറോ അല്ലെങ്കിൽ അല്ലേ രാവിലത്തെ എന്തെങ്കിലും അതൊക്കെ വെച്ചിട്ടാണ് പോണേ. അത് ഇലയൊക്കെ ഒരു പേപ്പറൊക്കെ മടക്കി അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കൊടുത്തയക്കുമായിരുന്നു. കൊടുത്തു വിടും. ലാലേട്ടന്റെ ഫേവറേറ്റ് കറി ഏതായിരുന്നു അതിനെ കൂടെ കഴിക്കാൻ? എനിക്കോ? ലാലേട്ടന്റെ ഫേവറേറ്റ് കറി സ്കൂളിൽ പഠിച്ചപ്പം വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ കൊടുത്തയക്കുന്ന എല്ലാ കറികളും ഇഷ്ടം. അങ്ങനെ ഫേവറേറ്റ് കറിയൊന്നുമില്ല, എല്ലാം നന്നായിട്ട് ഉണ്ടാക്കുന്ന കറികളൊക്കെ. ഓരോ ദിവസം ഓരോ ടേസ്റ്റ് അല്ലേ നമുക്ക്. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ചമ്മന്തിയാണോ? ഞാൻ ചമ്മന്തി എന്ന് പറയാം. ചോറിനകത്ത് കൊടുത്ത് നമുക്കങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. സാമ്പാർ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ മദർ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളായിരുന്നു, എൻ്റെ ഗ്രാൻഡ് മദർ. അപ്പോൾ അവരുണ്ടാക്കുന്ന എല്ലാം നമുക്കിഷ്ടമാണ്. നമ്മളുടെ ഫേവറേറ്റ് നീർദോശ ആണോ? ഈ ദോശ എന്ന് പറയാൻ ചേട്ടൻ എനിക്കത് നേരിട്ട് എപ്പോഴെങ്കിലും ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. പണ്ട് ഒരിക്കൽ ഞാനും ഇങ്ങനെ 10ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുന്ന സമയത്താണ് വാരികയിൽ ചേട്ടൻ്റെ ദീർഘമായ ഒരു ഇതുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ രാവിലെ നേർത്ത ദോശ, നമ്മുടെ നാടൻ ദോശ വളരെ നൈസായിട്ട് ചുട്ടിട്ട് തേങ്ങാ ചമ്മന്തിയും കുറച്ച് സാമ്പാറൊക്കെ തന്ന ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നീർദോശ എന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആ ഒരു നീർദോശ എനിക്ക് ഇഷ്ടമാണ്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ നീർദോശയും കുറച്ച് അതിൻ്റെ കൂടെ ചില നോൺ വെജിറ്റേറിയനും കഴിക്കും, ചിക്കൻ കറി. ഇയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? എനിക്ക് സദ്യ. സദ്യയാണെന്ന് കണ്ടോ? മോനോ? ബിരിയാണി. കോഴിക്കോടുകാരനാണ്. അപ്പൊ പിന്നെ ബിരിയാണി ആദ്യം പറഞ്ഞില്ലെങ്കിൽ ഒരു കോഴിക്കോടുകാരൻ ആദ്യം തന്നെ ബിരിയാണി ആയിരിക്കും നാവിൽ വരിക. വീട്ടിൽ ബിരിയാണി ഉണ്ടായി കഴിക്കണോ പോയി കഴിക്കണോ? അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഇഷ്ടമാണ്. ചിക്കനോ മട്ടനോ? ഇതിലാരെങ്കിലും കുക്ക് ചെയ്യുന്നവരുണ്ടോ? ഇതിലാരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നവരുണ്ടോ? ആണോ? എന്തുണ്ടാക്കും? എന്റെ ഫേവറേറ്റ് ഒരു യൂണിവേഴ്സൽ ഫുഡ് ഐറ്റമാണ് പാസ്ത. ആ ഇടയ്ക്ക് ഉണ്ടാക്കുക എന്റെ അമ്മേന്റെ കൂടെ. എനിക്ക് സാമ്പാർ കുറച്ച് ഉണ്ടാക്കാൻ അറിയാം. കുറച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കുറച്ച് ബേസിക്സ് അറിയാം. ആണോ? നോക്കാം. എനിക്ക് ഓംപ്ലേറ്റ് ആക്കാൻ അറിയാം. ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഓംലേറ്റ് ഉണ്ടാക്കാൻ. ഏറ്റവും പ്രയാസമാണ് അത്. സാധാരണ എനിക്ക് തോന്നുന്ന ഷെഫ് അവരെ പുതുതായിട്ട് ആൾക്കാർ വന്ന ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ പറയും അല്ലേ? അതിന്റെ കുക്കിംഗ് ടൈം, അതിന്റെ ടെക്സ്ചർ ഒക്കെ വളരെ പ്രധാനമല്ലേ? തീർച്ചയായിട്ടും. പൊറോട്ടയും ഓക്കെ, ഇത് നമ്മുടെ പായസം ഏകദേശം റെഡിയായി. വെരി ഗുഡ്. ഇനി നെയ്ക്കകത്തൊന്ന് താളിക്കാണ് നമ്മള്. അവർക്ക് വേണമെങ്കിൽ ഒരു പാട്ട് പാടട്ടെ അല്ലേ? ഏത് പാട്ടാ പാടുന്നത്? ഒരു വല്ലം പൊന്നും. ഓ വെരി ഗുഡ്, കേൾക്കാം. വെരി ഗുഡ്. നമ്മുടെ അത് പാടിയപ്പോഴത്തേക്ക് അതൊരു അതും ഡാൻസ് ചെയ്തു. ഒരു നുള്ള ചുക്കുപിടി അങ്ങനെ സ്നേഹത്തോടെ വാരി വിതറുക. അല്ലേ? അതെ 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 അതെ. ഇത്ര വിട്ടാ മതി അല്ലേ? മതി മതി. ഇത്തിരി ഏലക്കപ്പൊടി. ചുക്ക് എന്തിന് അല്ലേ? ചുക്ക് അധികം വേണ്ട. എല്ലാം പറയില്ലേ? അതെ. ദൈവമേ നന്നായിരിക്കണേ. ഞാൻ കുക്ക് ചെയ്യുന്നതിന് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. അത് ശരിക്കും എപ്പോഴും ഒരു പഴയ കാലത്തെ ഒരു പാചകത്തിനൊക്കെ മുമ്പ് കല്യാണങ്ങൾക്കൊക്കെ വലിയ 1000 പേർക്ക് 2000 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നവരൊക്കെ വന്ന് ആദ്യം തന്നെ വന്ന് അവരുടെ വീട്ടുകാർ ഉൾപ്പെടെ ഒരു ഇലക്കകത്ത് ഗണപതിക്ക് വെക്കും. കുറച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു. ഒരു 1 ചാൻസേ ഉള്ളൂ. അപ്പൊ ഗണപതിക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അടുപ്പ് കത്തിക്കാൻ.
അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പം കദളിപ്പഴം പ്രഥമനാണ്. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ലാലേട്ടനാണ് ഇതിന്റെ അവസാനത്തെ മേമ്പടിയായിട്ട് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഇട്ടത്. ചേട്ടാ, അപ്പം ചേട്ടൻ തന്നെ ഈ കുട്ടികൾക്ക് നമ്മുടെ ഒരു ഓണ സമ്മാനമായിട്ട് അവർ ഇത്രയും നല്ല മനോഹരമായിട്ട് പാട്ടൊക്കെ പാടി സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ അത് ചേട്ടൻ തന്നെ കൊടുക്കാം. ആർക്ക് കൊടുക്കണം ആദ്യം? ബർത്ത്ഡേക്കുള്ള ഫ്രണ്ടിലോട്ട് വരൂ. കഴിച്ചു നോക്കി. താങ്ക്സ്. അവിടെ പറഞ്ഞോളൂ. എന്തായാലും ഇത് കണ്ടോ, ഒരു ബർത്ത്ഡേ ഉണ്ണിയപ്പം വേണം. ഉണ്ണിയപ്പം, ഒരു ചെറിയ ഉണ്ണിയപ്പം കഴിച്ചോട്ടെ. ലിപ്സ്റ്റിക്ക് പോവോ? ഓക്കെ, നമ്മുടെ നീർദോശയ്ക്ക് കൊടുക്കാൻ കുറച്ച്. പിള്ളേരുടെ നിന്നാണ് ഞാനും കുറച്ച്. അതെ, ഷെഫിലേക്ക് ടേസ്റ്റ് നോക്കണം. താങ്ക് യു. ഭയങ്കരം, വളരെ നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഭയങ്കരം എന്ന് പറയാണ്. അടുത്ത മത്സരം നടക്കുവാണ്. അപ്പൊ ഈ മത്സരത്തിനകത്ത് ടോപ്പ് സിംഗറിലെ എല്ലാവർക്കും നമ്മളൊരു വലിയ വിജയാശംസകൾ നേരുകയാണ്. തീർച്ചയായിട്ടും. അതിനോടൊപ്പം എല്ലാ പ്രേക്ഷകർക്കും ഗംഭീരമായൊരു ഓണാശംസകൾ നേരുകയാണ്. അപ്പൊ ലാലേട്ട, ഒരു ഓണാശംസകൾ എല്ലാവർക്കും. എന്താണ്? ഉണ്ണിയപ്പം കദളി പ്രഥമൻ കഴിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഒരു സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെ ഒരു ഓണാശംസകൾ എല്ലാവർക്കും. ഗംഭീരമായിട്ടുണ്ടോ കേട്ടോ? പായസം അതിഗംഭീരം അല്ലേ? താങ്ക് യു. വെരി ഗുഡ്. അപ്പൊ നമുക്കിനി അതൊരു ഡിഷ് ആക്കിയിട്ട് റെസ്റ്റോറന്റിൽ എന്തായാലും ഈ ഉണ്ണിയപ്പം, ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ണിയപ്പം തേൻമുട്ടായി ഫലൂഡ എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പായസം ഓണത്തിന് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും ഈ ഓണത്തിന്റെ സമയമാണ്. ഈ പ്രഥമൻ ഉണ്ടാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവരും കൊടുക്കണം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞോ. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. പിള്ള സാറിന് సరి ని సరి గరి రి సా సని పపారి సరి పని పారి సరి గరి సని సరి మ పని పాప మరి పాప మరి ని పప సని ప రి సని ప పాప గరి రి గరి రి 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 గరి రి గరి రి రి స స ప పారి రి గరి సని పని సరి స స స పాప పారి రి రి గరి సని ఎందరో మహాను భావులు భాగవత రామాయణ గీతాతి శృతి శాస్త్ర పురాణపు మర్మములు శివాది షణ్మఖముల గూఢములన్ 30 సురాంతరంగముల భావ పులనరిగి భావన గలయాది సౌఖ్యముచే చిరాయువల్ కలిగి నిరవధి సుఖాత్ములై త్యాగరాజాతులై నవ ఎందరో మహానుభావులు ఎందరో మహానుభావులు అందరికీ వందనములు ఎందరో మహానుభావులు రి గరి రి గరి రి సని సత్సారి స రి మరి మ ప మ ప ని ప ప రి ప ప మ ని 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 మ మ మ రి రి ని ని రి రి మ మ ని ని రి గరి రి గరి రి గరి ని స ప ని స రి ని స రి గ రి ప ని స రి స మ ప ని స ప మ మ ప మ మ ప స ని ని స ని ని స గ రి స ని రి స ని మ ప ని స రి మ ప ని స రి ప మ ని గ ని స స స మ మ ని రి ప ప మ మ ని రి ప ప స స ని ని రి రి గ రి రి స ని రి స ని ప ని ప మ రి మ ప ని స ని ప మ రి గ రి స రి స రి స స టి స ని ప మ రి గ రి స రి స రి స రి స రి స స టి స ని ప మ రి
సరి స రి సరి స రి సరి స ఎందరో మహానుభావులు అందరి వందనములు ఎందరో ఎందరో మహాను భావులు అందరికీ వందనములు ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ. അടുത്തതായിട്ട് ഒരു ഉഗ്രൻ കിടിലൻ സ്പെഷ്യൽ പെർഫോമൻസ്. എക്സൈറ്റഡ്? യെസ്. ശങ്കര ശിവ 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 ശങ്കര ദുരിത സമനദായക ലോദയാമയ നിൻതുടിയുടെ ധിംതിമിതിമിരിനിതിരിക്കുമ്പം വൻപെഴുന്നിന്റെ അമ്പലങ്ങളിൽ മുമ്പിടും കുടുംബം പലഭാവ പങ്കില ജീവിതത്തിന് മോക്ഷമോ തരണേ എന്റെ പ്രാണ സങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ ശങ്കര ശിവ 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 ശങ്കര ദുരിത സമനദായക ലോദയാമയ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4ന്റെ വിജയിയെ കാത്തിരിക്കുന്നത്, ടൈറ്റിൽ വിന്നറിനെ കാത്തിരിക്കുന്നത് ഭീമ ജുവൽസ് നൽകുന്ന 15 ലക്ഷം രൂപയുടെ സ്വർണം. രണ്ടാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ സ്വർണം. മൂന്നാം സമ്മാനം ഭീമ ജുവൽസ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സ്വർണം. സർവേശ്വരന്റെ അനുഗ്രഹ ചൈതന്യം നിറഞ്ഞ ഈ വേദിയിൽ പാടിയ എല്ലാ കുഞ്ഞുമക്കളും മിടുമിടുക്കന്മാരും മിടുക്കികളുമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയുടെ ആദ്യഘട്ടത്തിൽ ഈ 10 പേരായിരിക്കും മത്സരിക്കുക. ആര്യ എസ്, മെറിൽ ആൻഡ് മാത്യു, അബിൻ കൃഷ്ണ KP, ദേവനന്ദ രാജീവ്, കൃഷ്ണ VS, സനിക സന്തോഷ്, ശ്രീദർശ് SS, നിവേദ്യ P കുമാർ, നക്ഷത്ര M, ദ്രൗപദി PS. ഈ 10 കുട്ടികൾക്കും ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം, ഒരു ബ്രോൺസ് മെഡലാണ് നിങ്ങൾക്ക് ഈ ടോപ്പ് സിംഗർ സീസൺ 4ൽ പങ്കെടുത്തതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ഓർമ്മയിൽ എന്നെന്നും തങ്ങി നിൽക്കാൻ ഒരു വസന്തമായിട്ട് ഒരു ബ്രോൺസ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4ന്റെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലിയിൽ പങ്കെടുക്കുന്ന ഈ 10 കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മാത്രമല്ല, മൂകാംബിക ദേവി, സംഗീത സരസ്വതി മൂകാംബിക ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ തകർക്കും, അതിലൊരു സംശയമില്ല. എങ്കിലും എൻ്റെയൊക്കെ പ്രാർത്ഥന അതാണ് മക്കളെ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതാണ്. നിങ്ങളൊക്കെ അസാധ്യമായിട്ട് പാടുക. നമ്മൾ കുറച്ച് വിഷമിച്ചാലും, നിങ്ങൾ ആരെ പിക്ക് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഞങ്ങൾ ഇച്ചിരി വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും കലക്കുക. ഓൾ ദ ബെസ്റ്റ്. മക്കളെ, ചക്കരക്കുട്ടികളെ, പാടുന്ന നേരം ഞങ്ങളെല്ലാവരും ജഡ്ജസ് ഇരിക്കുന്നിടത്തൊക്കെ നമ്മളൊക്കെ ഓഡിയൻസ് ആണെന്ന് വിചാരിക്കുക.
പാടുമ്പോൾ ഒരു എന്താ പറയണേ, ഒരു അഹങ്കാരത്തോടെ പാടുക എന്ന് പറയുമ്പോൾ എനിക്കിത് നന്നായിട്ട് അറിയാം, ഞാൻ നന്നായി പഠിച്ചു, ഞാൻ പാട്ട് അസാധ്യമായിട്ട് പാടുന്ന ആളാണ് എന്നങ്ങ് വിചാരിച്ച് പാടുക. അപ്പം നിങ്ങളെയൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാ കുട്ടികളും അസലായിട്ട് പാടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് ഗസ്റ്റുകളുണ്ട്. നമ്മൾ പറയേണ്ട കാര്യമില്ല, അവരെല്ലാം നിങ്ങൾക്കറിയാം. എന്തായാലും നമ്മളിവിടെ തുടങ്ങുകയാണ്. സത്യസന്ധമായ ജഡ്ജിമെന്റ്, സത്യസന്ധമായ പോരാട്ടം ഇതാ ഇവിടെ തുടങ്ങും. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയുടെ തിരുവോണ സമ്മാനം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഫൈനൽ മത്സരങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. മലയാളത്തിന്റെ പ്രിയ സംഗീത വിരുന്നിലേക്ക് വന്ന ഖത്തറിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി, മധുരമാർന്ന ആലാപന ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ മനം കവർന്ന മെറിൽ.
എന്തായാലും ഇത് മിറൽ മെറിൽ ഞങ്ങളെ മീറ്റ് ചെയ്തു. ആ ഒക്കെ ഞങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. അതെ. അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാന്ന് മിഡിൽ പറഞ്ഞു എനിക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ ചായ അതാണ് ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം ഉണ്ടാക്കാൻ. ചായ ഉണ്ടാക്കും. ആണോ? പക്ഷെ അപ്പൊ അങ്ങനെ ഒരു ഓംലേറ്റും ചായം പോലെ ഒരു നല്ലൊരു പാട്ട് ഒന്ന് പാടിപ്പിച്ചേ. മാനത്തെ മാറിക്കൂറുമ്പേ തീയല്ലേ തീയല്ലേ പൊന്നേ മാടത്തെ മാടക്കിടങ്ങൾ മാവുറങ്ങാരോ മാവാവും പാടിയുറക്കാൻ ഇല്ലില്ലെന്നമ്മയിൻ പൊന്നേ ചാരത്തെ നോവു താരാട്ടിൽ നീയുറങ്ങാരോ ചോരം പാടിയുറക്കാനുള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ളേ രാരീ രാരീ രാരീരം രാരോ രാരീ രാരീ രാരീരം രാരോ. ഗുഡ്. എക്സലന്റ്. താങ്ക് യു വെരി മച്ച്. ലാലേട്ടാ, എന്തോ എൻ്റെ ഖത്തറിലുള്ള ഫ്രണ്ട്സിനും കണ്ണൂരുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരു ഓണാശംസകൾ പറയോ? പിന്നെന്താ, എൻ്റെ ഖത്തറിലുള്ള ഫ്രണ്ട്സിനും എൻ്റെ കുടുംബത്തിനും കണ്ണൂരിലുള്ള എല്ലാ ഫ്രണ്ട്സിനും കുടുംബത്തിനൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് ലക്ക്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.